ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിലെ ഒരു പ്രശ്നം എന്നത് അത് വിലയിലായിരിക്കും. മറ്റുള്ള ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ ഒരുവിധം പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളുടെയും ഒക്കെ പ്രൈസ് നല്ല രീതിയിൽ കുറയുമെന്നാണ് പുതിയതായി പാസ്സാക്കിയ ബജറ്റിൽ പറയുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബാറ്ററികൾ, മോട്ടോറുകൾ, കൺട്രോളുകൾ എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകളുടെ ഇറക്കുമതി ടാക്സ് കുറയ്ക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ മൊത്ത വില മുൻപത്തേക്കാളും കുറഞ്ഞ രീതിയിൽ വിൽക്കാൻ സാധിക്കുമെന്നതാണ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററിക്ക് വില കുറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബാറ്ററി കൂടുതൽ നിർമ്മിക്കുന്നതിനായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള കൊബാൾട്ട് പൗഡർ ലെഡ്, സിങ്ക്, ബാറ്ററി സ്ക്രാപ്പ് എന്നീ വസ്തുക്കൾക്കുള്ള കസ്റ്റംസ് നികുതി കുറച്ച് ഇളവ് ഏർപ്പെടുത്തുന്നു. ആയതുകൊണ്ട് തന്നെ EV ബാറ്ററി കുറഞ്ഞ വിലയിൽ തന്നെ ഇന്ത്യക്കകത്ത് തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മോട്ടോറുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള കോപ്പർ കോയിൽ, മാഗ്നറ്റ് എന്നീ സ്പെയറുകളുടെയും കസ്റ്റംസ് ടാക്സ് കുറയ്ക്കുവാനും ബജറ്റിലുണ്ട്. എന്തായാലും ഈ ഒരു ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും കൂടി ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് 100% സക്സസ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ അപ്ഡേറ്റ് യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.